മക്കളെ, ഇന്ന് നമ്മൾ ഹായ്ക്കുവിൻ്റെ ആശയം മനസ്സിലാക്കാനുള്ള ഒരു ക്ലാസ് ആണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഹായ്ക്കുവിൻ്റെ ആശയം പഠിച്ചെടുക്കാം അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹായ്ക്കുവിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ ആശയവും വിശദമായി പറയുന്നു. പിന്നീട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിനാണ് ആശയം എഴുതാൻ വേണ്ടി വരുന്നത്. അപ്പോൾ 2 മാർക്കിന് എങ്ങനെ ഓരോ ഹായ്ക്കുവും ഷോർട്ടായിട്ട് എഴുതാം എന്നതുകൂടെ നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പല കുട്ടികളും നല്ല കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ അവർക്ക് എന്തെല്ലാം ക്ലാസ്സുകളാണ് വേണ്ടത് എന്നതും അവരറിയിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ക്ലാസ്സുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറിയിക്കാം, അതിനനുസരിച്ച് ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സൂക്കായ ബാട്ട് സാഹബ് കെ ആംഗൺ സദാ ഫുഹാർ. സുരംഗമാ യാദവിൻ്റെ ഹായ്ക്കുവാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. സൂക്കായ ബാട്ട് സാഹബ് കെ ആംഗൺ സദാ ഫുഹാർ എന്നത് സുരംഗമാ യാദവിൻ്റെ ഹായ്ക്കുവാണ്. ഈ പേര് മറന്നു പോവാതിരിക്കാൻ. നമ്മുടെ ഹായ്ക്കു തുടങ്ങുന്നത് സൂ വെച്ചിട്ടാണ് അല്ലേ. നമ്മുടെ ഹായ്ക്കു എഴുതിയ കവിയുടെ പേര് വരുന്നത് സു വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ സൂക്കായ ബാട്ടിലെ കവി ആരാണ്? സുരംഗമാ യാദവ്. അങ്ങനെ എങ്ങനെയെങ്കിലും മനസ്സിലാക്കി വെക്കാം, മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം, അതിൻ്റെ മീനിങ് നോക്കാം. സൂക്ക പറഞ്ഞാൽ വരൾച്ച, ബാട്ട് പറഞ്ഞാൽ പ്രളയം, വെള്ളപ്പൊക്കം, ആങ്കൺ മുറ്റം, സദാ എപ്പോഴും, ഫുഹാർ എന്ന് പറഞ്ഞാൽ ചെറിയ വെള്ളത്തുള്ളികൾ. ഇനി നമുക്ക് ഇതിൻ്റെ ആശയം, അതായത് ഇതിൻ്റെ ഭാവാർത്ഥം ഓരോന്നും എങ്ങനെയാണ് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം. സൂക്കായ ബാട്ട് എന്ന് പറഞ്ഞാൽ ആം ലോഗോം കെ ജീവൻ കി പരേശാനിയാം. ഇവിടെ സൂക്ക എന്ന് പറഞ്ഞാൽ വരൾച്ചയെന്നും ബാട്ട് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം എന്നുമാണ് നേരായിട്ടുള്ള അർത്ഥം. പക്ഷേ ഇതിൻ്റെ ശരിയായ അതിനെ അർത്ഥമാക്കുന്നതിൻ്റെ ഭാവാർത്ഥം എന്ന് പറയുന്നത് ആം ലോഗോം കെ ജീവൻ കി പരേശാനിയാം. കവി ഉദ്ദേശിച്ചത് എന്താണ്? സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് സൂക്കായ ബാട്ട് എന്നതുകൊണ്ട് കവി ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി അടുത്തത് സാഹബാണ്. സാഹബ് അമീർ വർഗ്, ഉച്ചവർഗ്, ശാസക് വർഗ്, അധികാരി വർഗ്. ധനികരായിട്ടുള്ള ആളുകൾ, ഭരണാധികാരികൾ, അങ്ങനെയൊക്കെ ഉള്ളവരെയാണ് സാഹബ് എന്ന് പറയുന്നത്. സാഹബ് കെ ആംഗൺ എന്നതുകൊണ്ട് കവി ഉദ്ദേശിച്ചത് അമീർ ലോഗോം കി ജീവൻ പരിസ്ഥിതിയാം. ധനികരായിട്ടുള്ള ആളുകളുടെ ജീവിത പരിസ്ഥിതിയാണ് സാഹബ് കെ ആംഗൺ എന്നതുകൊണ്ട് കവി ഉദ്ദേശിച്ചത്. അമീർ ലോഗോം കെ സുരക്ഷിത ജീവൻ, ധനികരായിട്ടുള്ള ആളുകളുടെ സുരക്ഷിത ജീവിതം, അതാണ് സാഹബ് കെ ആംഗൺ എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത്. സദാ ഫുഹാർ എന്ന് പറഞ്ഞാൽ ജീവൻ മേ ഹമേശ സുഖസുവിധായും, ജീവിതത്തിൽ എപ്പോഴും സുഖവും സമാധാനവും സുഖസൗകര്യത്തോടു കൂടിയുള്ള ജീവിതം, അതാണ് സദാ ഫുഹാർ എന്ന് പറഞ്ഞാൽ. എപ്പോഴും സുഖത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടിയുള്ള ജീവിതമാണ് സദാ ഫുഹാർ. ഇനി നമുക്കതിൻ്റെ ആശയം നോക്കാം. ആം ലോഗോം കോ ഹമേശ പരേശാനിയോം കാ സാമന കർണ പഡ്താ ഹൈ. സാധാരണ ജനങ്ങൾക്ക് എപ്പോഴും പ്രയാസങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നു, പ്രയാസങ്ങളെ നേരിടേണ്ടതായിട്ട് വരുന്നു. ആർക്ക്? ആം ലോകവും, സാധാരണ ജനങ്ങൾക്ക്. ഉച്ചവർഗ് ഹമേശ ആരാം और सुविधा में रहता है. ഉച്ചവർഗ് ഉന്നതരായിട്ടുള്ള ആളുകൾ, ഹമേശ എപ്പോഴും, ആരാം और सुविधा में रहता है സ്വസ്ഥമായും അതുപോലെ തന്നെ സുഖസൗകര്യങ്ങളോടുകൂടിയും ജീവിക്കുന്നു, സ്വസ്ഥതയോടെയും സുഖസൗകര്യങ്ങളോടെയും കൂടെ ജീവിക്കുന്നു. ചാഹേ ഹാലത്ത് ജൈസേ ബിഹോ, സാഹചര്യം എന്തു തന്നെ ആയിരുന്നാലും ഉച്ചവർഗം എങ്ങനെയാണ്? ഉന്നതരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ്? എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സ്വസ്ഥമായിട്ടും അവർ ജീവിക്കുന്നു. എന്നാൽ സാഹചര്യത്തിനനുസരിച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്നത് ആർക്കാണ്? ആം ലോക, സാധാരണ ജനങ്ങൾക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ഹായ്ക്കുവിലൂടെ
കവി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തികവും സാമൂഹികവുമായ അസമത്വമാണ് ഈ ഹൈക്കൂവിലൂടെ കവി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഹൈക്കു നോക്കാം. പിതാനെ ढूंढी लाठियां बुढ़ापे की दीखती नहीं. ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മയാണ് ഈ ഹൈക്കു എഴുതിയിരിക്കുന്നത്. പിതാനെ ढूंढी, പിതാവ് അന്വേഷിച്ചു. ലാട്ടിയാം, ബുട്ടാപ്പയ്ക്ക്, ലാട്ടി പറഞ്ഞ വടി, ബുട്ടാപ്പെ വൃദ്ധാവസ്ഥ, ദീഖത്തി नहीं, എവിടെയും കണ്ടില്ല. ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ, ആരാണ് പിതാവിന്റെ ഈ ഹൈക്കു എഴുതിയിരിക്കുന്നത്? ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ. പിതാവ്, പിതാ എന്ന് തുടങ്ങുന്ന ഹൈക്കു ആരാണ് എഴുതിയത്? ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ. നേരത്തെ നമ്മൾ സൂക്കായ ബാട്ട് എന്ന് തുടങ്ങുന്നത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞത്? എഴുതിയ കവിയുടെ പേരും എന്താണ്? സൂയിലാണ് തുടങ്ങുന്നത് അല്ലെ? സുരംഗമാ യാദവ്, സൂക്കായ ബാട്ടിൻ്റെത് സുരംഗമാ യാദവ് ആണ് എഴുതിയത്. അതുപോലെ തന്നെ ഇവിടെ പിതാവിൻ്റെത് ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ. പിതാവ് നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാണ് കേട്ടോ. പിതാവ് എന്ന് പറഞ്ഞാൽ പ്രായമായ ആളാണ് വിചാരിക്കുക, പ്രായമുള്ള ആളാകുമ്പോൾ ബുട്ടാപ്പയാണ് പറഞ്ഞല്ലേ, വൃദ്ധാവസ്ഥയാണ്. വൃദ്ധാവസ്ഥയിൽ നമുക്ക് എപ്പോഴും ആരുടെ സഹായം വേണം? ഡോക്ടറിലെ, നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും. വൃദ്ധാവസ്ഥയാകുമ്പോൾ ഓരോ അസുഖങ്ങൾക്കായിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകൂലേ, അപ്പം അങ്ങനെ ഓർത്ത് വെക്കുക. ബുട്ടാപ്പയ്ക്ക് ദീഖത്തി നെഹിൻ തുടങ്ങുന്ന ഹൈക്കു എഴുതിയത് ആരാണ്? ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ. പിതാനെ ढूंढी लाठियां बुढ़ापे की എന്ന് തുടങ്ങുന്ന ഹൈക്കു എഴുതിയത് ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ. പേര് മാറി പോകാതിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ് കേട്ടോ അത്. ഇനി നമുക്ക് അതിൻ്റെ മീനിങ് നോക്കാം. ടൂണ്ട്ന എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, അന്വേഷിക്കുക. ലാട്ടിയാം എന്ന് പറഞ്ഞാൽ വടി, ബുട്ടാപ്പ വാർദ്ധക്യം, വൃദ്ധാവസ്ഥ, ദേഖ്ന കാണുക. ഇനി നമുക്കിതിൻ്റെ ആശയം നോക്കാം. ലാട്ടിയാം ബുട്ടാപ്പേക്ക് എന്ന് പറഞ്ഞാൽ വൃദ്ധാവസ്ഥക്ക് ആശ്രയം എന്നാണ് കേട്ടോ അർത്ഥമാക്കുന്നത്. ലാട്ടിയാം ബുട്ടാപ്പേക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വൃദ്ധാവസ്ഥക്ക് ആശ്രയ്. വൃദ്ധാവസ്ഥക്ക് ആശ്രയം പറഞ്ഞാൽ വൃദ്ധാവസ്ഥയിലെ ആശ്രയം. വൃദ്ധരായി കഴിഞ്ഞാൽ എന്താണ്? മറ്റൊരാളുടെ ആശ്രയം വേണം അല്ലെ? ജീവിക്കാൻ മറ്റൊരാളുടെ ആശ്രയം നമുക്ക് വേണം വൃദ്ധരായി കഴിഞ്ഞാൽ. അപ്പോൾ വൃദ്ധാവസ്ഥക്ക് ആശ്രയാണ്, വൃദ്ധാവസ്ഥയിലുള്ളൊരു ആശ്രയത്തിനെയാണ് ഇവിടെ ലാട്ടിയാം ബുട്ടാപ്പേക്ക് എന്ന് പറഞ്ഞത്. വൃദ്ധൻ്റെ വടി എന്ന് പറഞ്ഞത് വൃദ്ധൻ്റെ ആശ്രയത്തിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ആശയം നോക്കാം. യഹ് ഹൈക്കു ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ ദ്വാര രചിത് ഹെ. നിങ്ങൾക്ക് എപ്പോഴും ആശയം എഴുതുമ്പോൾ ഈ ഹൈക്കു ആരാണ് എഴുതിയത് എന്ന് എഴുതേണ്ടി വരും. അതാണ് പേര് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ മറക്കാതിരിക്കാൻ വേണ്ടിയുള്ളത് പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മൾക്ക് ഈ ഹൈക്കു വന്നു എന്ന് കരുതാം. എങ്ങനെയുള്ള ഈ ഹൈക്കു? പിതാനെ ढूंढी लाठियां എന്ന ഹൈക്കു വന്നു കഴിഞ്ഞാൽ അത് എഴുതിയത് ആരാണെന്ന് നമുക്ക് ഓർമ്മ വേണം. ആരാണ് എഴുതിയത്? ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ. അതിനാണ് നമ്മൾ നേരത്തെ ബൂട്ടാപ്പേ, വൃദ്ധാവസ്ഥയിൽ ഡോക്ടറുടെ സഹായം എന്നൊക്കെ പറഞ്ഞ് ഓർത്ത് വെച്ചത് അല്ലേ? ഈ ഹൈക്കു ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ ദ്വാര രചിത് ഹെ. ഈ ഹൈക്കു ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ രചിച്ചിട്ടുള്ള ഹൈക്കു ആണ്. ये हाइकू समाज के बदलते मूल्यों पारिवारिक ढांचे में आई दूरी. ഈ ഹൈക്കു സമാജ് കെ ബദൽത്തെ മൂല്യം, സമൂഹത്തിലെ മാറി വരുന്ന മൂല്യങ്ങൾ, അതുപോലെ തന്നെ പാരിവാരിക ढांचे ആയി ദൂരി, കുടുംബ ബന്ധങ്ങളിലെ അകലം, കുടുംബഘടനയിലുള്ള ദൂരം, और वृद्धजनों की उपेक्षा पर तीव्र प्रहार करता है. അതുപോലെ തന്നെ വൃദ്ധജനോക്കി ഉപേക്ഷ, വൃദ്ധജനങ്ങളുടെ പ്രായമായ ആളുകളുടെ അവഗണനയെയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വൃദ്ധ പിതാ അപ്പനി ബുട്ടാപ്പേക്ക് ലാട്ടിയാൻ ടൂണ്ട് രഹേ ഹെ. വൃദ്ധനായ പിതാവ് തൻ്റെ വൃദ്ധാവസ്ഥയിൽ ബുട്ടാപ്പേക്ക് ലാട്ടിയാൻ, വൃദ്ധാവസ്ഥയിലുള്ള വടി, അതായത് അദ്ദേഹം ആശ്രയം, സഹായം അതൊക്കെ അന്വേഷിക്കുന്നു. ടൂണ്ട് രഹേ അന്വേഷിക്കുന്നു. യാനി അപ്പനെ ജീവൻ കെ അന്തിം പടാവ് മേ സഹാരെ കി തലാശ് മേ ഹെ. അതായത് സ്വന്തം ജീവിതത്തിലെ അവസാന നിമിഷത്തിൽ
സഹാരയ്ക്ക് ആശ്രയത്തിന്റെ അന്വേഷണത്തിലാണ്. ലേക്കിൻ ലാട്ടി യാനി മദദ് കാ ഹാത്ത് കഹീം നഹി ദിഖ്ത. എന്നാൽ വടി അതായത് സഹായത്തിന്റെ കരം എവിടെയും കാണാൻ സാധിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൃദ്ധാവസ്ഥയിൽ വൃദ്ധന് സഹായം, സഹാര, ആശ്രയം അതൊന്നും ലഭിച്ചില്ല. മാറി വരുന്ന മൂല്യവും ബദലത്തെ മൂല്യവും और പാരിവാരിക ടാഞ്ചേമേ ആയി ദൂരിയാണ് അല്ലെ. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന കുടുംബ ബന്ധങ്ങളിലെ അകലം, ദൂരം അല്ലെങ്കിൽ കുടുംബഘടനയിലുള്ള ദൂരം ഒക്കെയാണ് ഇവിടെ കവി വ്യക്തമാക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഹൈക്കു നോക്കാം. ढूंढती रही बर्फीली नगरी में नेह की आंच. ढूंढती रही बर्फीली नगरी में नेह की आंच എന്ന ഹൈക്കു എഴുതിയിരിക്കുന്നത് കമലാ നികുർബയാണ്. കമലാ നികുർബ. ടൂണ്ടുത്തി രഹി അന്വേഷിച്ചു മഞ്ഞു മൂടിയ നഗരത്തിൽ സ്നേഹത്തിന്റെ ചൂട്. സ്നേഹത്തിന്റെ ചൂട് അന്വേഷിച്ചതാരാണ്? അന്വേഷിച്ചു എന്ന കവിത എഴുതിയതാരാണ്? ഹൈക്കു എഴുതിയത് കമലാ നികുർബ. ആരാണ്? കമലാ നികുർബ. അപ്പൊ നമുക്ക് നെഹ് കി ആഞ്ച്, നെഹ് കി ആഞ്ച് സ്നേഹത്തിന്റെ ചൂട്, സ്നേഹത്തിന്റെ ചൂട് കമലാ നികുർബ അല്ലെ. നെഹ് കി ആഞ്ച് ആരാണ്? കമലാ നികുർബ. അപ്പൊ നമ്മൾ 3 ഹൈക്കു പഠിച്ചു. 3 ഹൈക്കും എഴുതിയത് ആരാണ് എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റൂലേ. ഒന്നാമത്തെ ഹൈക്കു എഴുതിയത് ആരായിരുന്നു? സുരംഗമാ യാദവ് അല്ലെ. രണ്ടാമത്തതോ ഗോപാൽ ബാബു ശർമ്മ. ബുട്ടാപേക്കിന്ന് തുടങ്ങുന്നത് ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ. മൂന്നാമത്തതാണ് സ്നേഹം, സ്നേഹത്തിൻ്റെത് കമല, കമല സ്നേഹം അല്ലേ. അപ്പോൾ എന്താണ്? സ്നേഹത്തിന്റെ നെഹ് കി ആഞ്ച് എന്ന് തുടങ്ങുന്ന ढूंढती रही बर्फीली नगरी में नेह की ആഞ്ച് എന്ന ഹൈക്കു എഴുതിയിരിക്കുന്നത് കമലാ നികുർബയാണ്. ഇനി നമുക്ക് ഇതിന്റെ ശബ്ദാർത്ഥം നോക്കാം. ബർഫീലി, ബർഫീലി എന്ന് പറഞ്ഞാൽ മഞ്ഞു മൂടിയ, നഗരി പറഞ്ഞാൽ നഗരം കേട്ടോ. അപ്പൊ ബർഫീലി നഗരി എന്ന് പറഞ്ഞാൽ മഞ്ഞു മൂടിയ നഗരം. ടൂണ്ടിന അന്വേഷിക്കുക, നേഹ് സ്നേഹം, ആഞ്ച് പറഞ്ഞാൽ തീ, തീ ചൂട്, അതൊക്കെയാണ് ആഞ്ച് എന്ന് പറയുന്നത്. ടൂണ്ടുത്തി രഹി നിരന്തർ തലാഷ്. ടൂണ്ടുത്തി രഹി പറഞ്ഞാൽ നിരന്തരമായിട്ട് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക, അതാണ് ടൂണ്ടുത്തി രഹി. ടൂണ്ടുത്തി രഹി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിരന്തരമായ അന്വേഷണം. ബർഫീലി നഗരിമേ ഭാവഹീൻ ഓർ സംവേദൻ ശൂന്യ ദുനിയ. ബർഫീലി നഗരി എന്ന് പറഞ്ഞാല് ഭാവഹീനവും സംവേദന ശൂന്യവുമായ ലോകം. ഭാവഹീനം എന്ന് പറഞ്ഞാല് വികാരരഹിതം, വികാരങ്ങളില്ലാത്ത, സ്നേഹം, എന്താ പറയുക, സഹായം, സ്നേഹം, ദയ, കരുണ, ദുഃഖം, അങ്ങനെയൊക്കെയുള്ള വികാരങ്ങളില്ലാത്ത ലോകം. ഭാവഹീൻ ഓർ സംവേദൻ ശൂന്യ ദുനിയ, സംവേദൻ ക്ഷമതയില്ലാത്ത ലോകം. ഇങ്ങനെ വികാരങ്ങളില്ലാത്ത, സ്നേഹം എന്നൊക്കെ പറയുന്നത് വികാരമാണ്, അങ്ങനെയുള്ള വികാരങ്ങളില്ലാത്ത ലോകത്താണ് എന്തന്വേഷിക്കുന്നത്? സ്നേഹത്തിന്റെ ചൂട് അന്വേഷിക്കുന്നത് അല്ലേ. അപ്പൊ സ്നേഹത്തിന്റെ ചൂട് ലഭിക്കോ? ഇല്ല. നെഹ് കി ആഞ്ച് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ചൂട്. ഇനി ആശയം നോക്കാം. ഹായ്ക്കു കമലാ നികുർബ ദ്വാര രചിത് ഹെ. ഇവിടെ സ്നേഹം എന്നത് നമ്മൾ കമല, കമലാ നികുർബ, അപ്പൊ സ്നേഹം കമല, അതാണ് നമ്മൾ ഓർത്തു വെച്ചത് അല്ലേ. യഹ് ഹായ്ക്കു കമലാ നികുർബ ദ്വാര രചിത് ഹെ. ഈ ഹായ്ക്കു രചിച്ചിരിക്കുന്നത് ആരാണ്? കമലാ നികുർബയാണ്. ये हायकू भावहीन और संवेदन शून्य दुनिया में स्नेह और अपनेपन की तलाश का चित्रण करता है. ഈ ഹായ്ക്കു ഭാവഹീൻ और संवेदन शून्य दुनिया में, ഈ ഹായ്ക്കു വികാരരഹിതവും സംവേദനക്ഷമതയില്ലാത്തതുമായ ഒരു ലോകത്ത് സ്നേഹ് ഓർ അപ്പനേപ്പൻ കി തലാശ് കാ ചിത്രം കർത്താ ഹെ. സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും സ്വന്തമാക്കലിന്റെയും തലാശിക അന്വേഷണത്തിന്റെ ചിത്രണമാണ് നടത്തുന്നത്. ബർഫീലി നഗരി ഭാവഹീൻ ദുനിയാക്ക പ്രതീക് ഹെ. ബർഫീലി നഗരി എന്ന് പറഞ്ഞത് വികാരരഹിതമായ ലോകത്തെയാണ് പ്രതീകമാക്കുന്നത്. വികാരരഹിതമായ ലോകമാണ് ബർഫീലി നഗരി എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്. ജഹാം ഭാവനായ ഡണ്ടി പഠി ചുക്കി ഹെ, ജഹാം സ്നേഹ് അപ്പനാപ്പൻ ഓർ ഡിസ്തോ മേ ഗർമി നഹി ഹെ. എവിടെയാണോ ഭാവനായേം, എവിടെയാണോ വികാരങ്ങൾ തണുത്തുറഞ്ഞു നിൽക്കുന്നത്, അതുപോലെ തന്നെ എവിടെയാണോ സ്നേഹം, സ്വന്തമാകൽ, ബന്ധം മുതലായവയുടെ ചൂട് ഇല്ലാത്തത്,
वर्तमान समय में സംവേദനായം കം ഹോത്തി ജാ രഹി ഹെ. വർത്തമാന സമയങ്ങളിൽ സംവേദനക്ഷമത കുറഞ്ഞു വരുന്നു. और इंसान സച്ചേ സംബന്ധോ കി തലാശ് മേ ഭടക് രഹാ ഹെ. മനുഷ്യർ ശരിയായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ അന്വേഷണത്തിൽ അലഞ്ഞു തിരിയുകയാണ്. ഭടക്ന പറഞ്ഞാൽ അലഞ്ഞു തിരിയുക. മനുഷ്യർ എങ്ങനെയാണ്? നല്ലൊരു ബന്ധം, ശരിയായിട്ടുള്ള ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് അലഞ്ഞു തിരിയുകയാണ്. ഏ ഹായ്ക്കു ആധുനിക ജീവൻ കി ഇസ് സച്ചായി കോ ഉജാഗർ കർത്താ ഹെ. ഈ ഹായ്ക്കു ആധുനിക ജീവിതത്തിലെ ഈ സത്യത്തെയാണ് വെളിവാക്കുന്നത്. അത്രയുമാണ് ഈ ഹായ്ക്കുവിൻ്റെ ആശയം വരുന്നത്. മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും കൂടുതലായിട്ടുള്ള കേട്ടോ. കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മാർക്കിന് വരുന്ന സമയത്ത് നമുക്ക് വളരെ കുറച്ച് എഴുതിയാൽ മതി. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കതിൻ്റെ ആശയം 2 മാർക്കിന് എഴുതാനായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. രചയിത സുരംഗം. ഒന്നാമത്തെ സൂഖായ ബാട്ടാരാണ് എഴുതിയത്? സുരംഗം അല്ലെ. പിതാനെ ടൂട്ടിലാട്ടിയം ആരാണ് എഴുതിയത്? ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ അല്ലെ. വൃദ്ധൻ എന്താണ്? ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ. പിന്നെ കമല നിഗുർബ ഏതാണ്? കമല നിഗുർബ എഴുതിയത് ടൂണ്ടി രഹി ബർഫീലി നഗരി മേ നെഹ്കിയാഞ്ച് അല്ലെ. അപ്പം അത്രയാണ് കവികൾ. 3 ഹായ്ക്കുകളുടെ രചയിതാക്കളെയും നമ്മൾ പറഞ്ഞു. ഇനി അതുകൊണ്ട് ആശയം അർത്ഥമാക്കുന്നത് സാമാജിക അസമാനത. ഒന്നാമത്തെ ഹായ്ക്കു അതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? സാമാജിക അസമാനതയാണ്, സാമൂഹിക അസമത്വമാണ് അതിലൂടെ കവി പറയുന്നത്. എന്താണ് പറയുന്നത്? സാമൂഹിക അസമത്വം, സാമൂഹിക അസമത്വം, സാമാജിക അസമാനത. ഇനി നമുക്കതിൻ്റെ ആശയം നോക്കാം. യഹ് ഹായ്ക്കു സമാജ് മേ മൗസൂദ് ആർത്തിക് और സാമാജിക് അസമാനത കോ ദർശാത്ത ഹെ. ഈ ഹായ്ക്കു സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തികവും സാമൂഹികവുമായ അസമത്വത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. 2 മാർക്കിന് വരുമ്പോൾ നമ്മൾ ഇത്ര എഴുതിയാൽ മതി. ഇനി അടുത്ത ഹായ്ക്കു എന്താണ് പ്രതിഫലിപ്പിക്കുന്നത്? അപ്പം എന്താ പറഞ്ഞത്? ബേസഹാര ബൂട്ടാപ്പ. ബേസഹാര ബൂട്ടാപ്പ എന്ന് പറഞ്ഞാൽ നിസ്സഹായമായ വാർദ്ധക്യം അല്ലെങ്കിൽ ആശ്രയമില്ലാത്ത വാർദ്ധക്യമാണ് ഇവിടെ ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ എഴുതിയ ഹായ്ക്കുവിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ലേ. അപ്പം അതിൻ്റെ ആശയം എന്ന് പറയുന്നത് യഹ് ഹായ്ക്കു സമാജ് കെ ബദൽത്തെ മൂല്യം പാരിവാരിക ढांचे में आई दूरी और वृद्धजनों की उपेक्षा पर तीव्र प्रहार करता है. സമൂഹത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ, കുടുംബഘടനയിലെ അകലം, പ്രായമായവരോടുള്ള അവഗണന എന്നിവയാണ് ഈ ഹായ്ക്കു തീവ്രമായ രീതിയിൽ ഇവിടെ പ്രഹാർ കർത്താഹ എന്ന് പറഞ്ഞാൽ പ്രഹരിക്കുന്നത് എന്നുള്ള അർത്ഥമാണ്. അതായത് തീവ്രമായ രീതിയിലാണ് ഇവിടെ ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ ഈ ഹായ്ക്കു പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനി 3-ാമത്തെ ഹായ്ക്കുവിൻ്റെ ടൂണ്ടി രഹി ബർഫീലി നഗരി മേ നേഹ് കി ആഞ്ച്. ഇത് കമല നിഗുർബയുടേതാണ്. നമ്മൾ നേഹ് എന്ന് പറഞ്ഞാൽ സ്നേഹം, കമല അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. സ്നേഹം, കമല, സ്നേഹം. അപ്പോൾ നേഹ് കി ആഞ്ച് കമല നിഗുർബ. അതിൽ അർത്ഥമാക്കുന്നത് സമാജ് മേ പ്യാർ കാ അഭാവാണ്. സമൂഹത്തിൽ എന്താണ്? സ്നേഹത്തിൻ്റെ അഭാവം. സമൂഹത്തിൽ സ്നേഹമില്ല, സ്നേഹത്തിൻ്റെ കുറവ്, ആത്മാർത്ഥമായ സ്നേഹം ആരു തമ്മിലും ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമില്ല. എല്ലാം ഒരു കാട്ടിക്കൂട്ടലൊരു എന്താ പറയുക, സ്നേഹ അഭിനയം പോലെ അല്ലേ. സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം ഈ ലോകത്ത് കാണാനില്ല എന്നാണ് പറഞ്ഞത്. സമൂഹത്തിൽ സ്നേഹത്തിൻ്റെ അഭാവം. यह हाइकु भावहीन और संवेदना शून्य दुनिया में स्नेह और अपनेपन की तलाश का चित्रण करता है. വികാരരഹിതവും സംവേദനക്ഷമതയില്ലാത്തതുമായ ഒരു ലോകത്ത് വാത്സല്യത്തിനും സ്വന്തമാകുന്നതിനും വേണ്ടിയുള്ള അന്വേഷണത്തെയാണ് ഈ ഹായ്ക്കു ചിത്രീകരിക്കുന്നത്. എന്താണ്? ലാസ്റ്റ് കമല നിഗുർബ എഴുതിയ ടൂണ്ടി രഹി ബർഫീലി നഗരി മേ നേഹ് കി ആഞ്ചി എന്ന ഹായ്ക്കു എന്താണ് ചിത്രീകരിക്കുന്നത്?
വികാരരഹിതം, വികാരങ്ങളില്ലാത്ത ലോകം അല്ലേ? വികാരരഹിതവും സംവേദനക്ഷമത ഇല്ലാത്തതുമായ ഒരു ലോകമാണ്. ആ ലോകത്ത് വാത്സല്യമില്ല, സ്നേഹമില്ല, സ്വന്തമാകലില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ് സ്നേഹത്തിന്റെ ചൂട് അന്വേഷിച്ചത് അല്ലെ? സ്നേഹത്തിന്റെ ചൂട് അന്വേഷിച്ചത്. അപ്പൊ എന്താ പറയുന്നത്? വികാരരഹിതവും സംവേദനക്ഷമതയില്ലാത്തതുമായ ഒരു ലോകത്ത് സ്നേഹത്തിനും സ്വന്തമാകലിനും, വാത്സല്യത്തിനും സ്നേഹത്തിനും സ്വന്തമാകലിനും അന്വേഷണം, അതിനൊക്കെ വേണ്ടിയുള്ള അന്വേഷണത്തിനെയാണ് ഇവിടെ ഈ ഹായ്ക്കു ചിത്രീകരിക്കുന്നത്. അപ്പൊ എന്താണ്? വികാരമില്ലാത്ത ലോകത്ത് സ്നേഹം അന്വേഷിക്കുന്നു. അങ്ങനെയുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അവിടെ കിട്ടുകയില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്? ആത്മാർത്ഥ സ്നേഹം അന്വേഷിക്കണേ അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ 3 ഹായ്ക്കും വരുന്നത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.